ലോകത്തിന്നേ വരെ ഒരു ശിഷ്യനും ഒരു ഗുരുവിൻ്റെ വചനങ്ങളും അപ്പാടെ അനുസരിച്ചിട്ടില്ല. പക്ഷേ അവൻ ഗുരുവിൻ്റെ ജീവിതചര്യകൾ ഭാഗികമായിട്ടെങ്കിലും അനുകരിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം മഹാത്മാഗാന്ധിക്ക് ശിഷ്യന്മാരാരുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി പള്ളത്താറ് കൊടുത്ത് അങ്ങനെ ഒരു ജീവിതം നയിച്ചേ. പിന്നെ അതുപോലുള്ള ലളിത ഭക്ഷണമാണ്. അതൊന്നും അനുകരിക്കാൻ ആർക്കും സാധിക്കില്ലാത്തതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിക്ക് ശിഷ്യന്മാരുണ്ടായില്ല. എന്ന് പറയുന്ന പോലെ തന്നെ സാത്താൻ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് സാത്താൻ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രവാചകനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ ദൈവവചനങ്ങളെന്ന് തോന്നിക്കുന്ന വിധത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിത ശരിയ അഥവാ സുന്നത്ത് എന്ന് പറയപ്പെടുന്നത് വളരെ മോശമാണ്. വളരെ മോശമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ ചെന്നത്. കൊലപാതകവും ബലാത്സംഗവും അതുപോലെ തന്നെ കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെയാണ് പുള്ളി ജീവിതത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും സുന്നത്തായിട്ട് അവിടുത്തെ അനുകൂലികളായിട്ടുള്ള ഇസ്ലാമികൾ അനുകരിക്കുമെന്ന് സാത്താൻ വളരെ വ്യക്തമായിട്ടറിയാം. അതാണ് ഇന്ന് ലോകത്ത് നടക്കപ്പെടുന്ന എല്ലാ ആക്രമണങ്ങൾക്കും ഇസ്ലാമിക ഭീകരവാദത്തിനും എല്ലാം കാരണമായിട്ട് വന്നത്. അല്ല, ഖുറാനിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ആരും അനുകരിക്കാനോ അല്ലെങ്കിൽ അനുസരിക്കാനോ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ കുലങ്കഷമായിട്ട് ചിന്തിക്കുന്ന വേളയിൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം ഈ കിതാബിൻ്റെ മാത്രമല്ല, കിതാബിൻ്റെ കുഴപ്പമാണെന്നാണ് പലരും പറയുന്നത്. പക്ഷേ കിതാബിൻ്റെ കുഴപ്പം മാത്രമല്ല, ആ സുന്നത്തിൻ്റെ കുഴപ്പവും കൂടിയാണ്. അതായത് മുഹമ്മദ് കാണിച്ചു കൊടുത്ത ജീവിതചര്യ എന്ന് പറയപ്പെടുന്നത് ഏറ്റവും മോശമായ, ലോകത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഒരു ഗുരു ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാമാണ് ഒരു ഗുരു ചെയ്തത്. ആ കാര്യങ്ങൾ ശിഷ്യന്മാർ അതേപോലെ അനുസരിച്ചു. ഗുരുവിൻ്റെ മകളെ പോലും തൊഴിച്ചു കൊല്ലുന്നു. അതുപോലെ തന്നെ പിൻഗാമികളായിട്ട് വന്നിട്ടുള്ള എല്ലാവരെയും വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെട്ടി. ആദ്യത്തെ നൂറ്റാണ്ടുകൾ രണ്ട് നൂറ്റാണ്ടുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം മുഴുവൻ ചോരയാണ്, പങ്കിലമാണ്. അത്തരം കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ പഠിക്കണം. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖലീഫ എങ്ങനെ മരിച്ചു, രണ്ടാമത്തെ ഖലീഫ എങ്ങനെ മരിച്ചു, മൂന്നാമത്തെ ഖലീഫ എങ്ങനെ മരിച്ചു, അലി എങ്ങനെ മരിച്ചു, അലിയുടെ മക്കളെങ്ങനെ മരിച്ചു, ഈ സുന്ദരിയായ മുഹമ്മദ് നബിയുടെ പുന്നാരപുത്രി ഫാത്തിമ എങ്ങനെ കൊല്ലപ്പെട്ടു, തൊഴിച്ചു കൊല്ലുക, ഗർഭിണിയായ ഫാത്തിമ തൊഴിച്ചു കൊല്ലുകയായിരുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കണം. കാരണം എന്താണ്, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇവിടെ ഇസ്ലാമിക ഭീകരവാദം ഇത്ര തീവ്രമായി വളർന്നു വരുന്നത് എന്താണെന്ന് ചില പല ആൾക്കാർ ചോദിക്കും. ഇതൊക്കെ പഠിക്കണം. ഇസ്ലാം കിതാബുകൾ പഠിക്കാത്തതാണ് ഇവിടെ പല സാമൂഹിക വിമർശകരും ഇസ്ലാമിനെ അനുകൂലിക്കാനുള്ള കാരണം.